കണ്ടോ? ഇത് നമ്മളെ പാ നെയ്യുന്ന കൈതയല്ല കേട്ടോ. അതുപോലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ ചെറിയ മുള്ളൊക്കെ ഇടയ്ക്കുണ്ട് എങ്കിൽ ആ കൈതയല്ല ഇത്. ഇത് നമ്മൾ ബിരിയാണിക്കകത്തിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കൈതയാണ്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്താണ് ബിരിയാണിക്കകത്ത് മുളപ്പിച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് യാതൊരു മണവും ഇല്ല. ഒരു പച്ചല പോലെ തന്നെയുള്ളൂ. പക്ഷേ ഇത് ബിരിയാണി നമ്മൾ തിളയ്ക്കുന്നുണ്ടെങ്കിൽ അതിനകത്തിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ബിരിയാണിയുടെ നല്ല മണം ഉണ്ടാകും. അതുകൊണ്ടാണ് ഇതിന് ബിരിയാണി കൈത എന്നുള്ള പേരുള്ളത്. കണ്ടയുടെ കൂട്ട് തന്നെ ചെവിട്ടിൽ നിന്ന് തന്നെ അത് തൈ ഉണ്ടായിക്കോളേ. ഇവിടെ വെച്ച് കട്ട് ചെയ്ത് മാറ്റി വെക്കാനും പറ്റുന്ന സൈഡിൽ നിന്നൊക്കെ വേര് വരുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കാനും പറ്റും. ബിരിയാണി കൈത ഉണ്ടോ? ഇത് രംഭയിലേന്നും പറയില്ല. ബിരിയാണി കൈതെന്ന് മാത്രമല്ല രംഭയിലേന്നും ഇതിനൊരു പേരുണ്ട്. ഇത് വളർത്താൻ പ്രയാസമൊന്നുമില്ല. അതായത് ഇതിൻ്റെ സൈഡിൽ നിന്ന് കണ്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു തൈകൾ ഇങ്ങനെ കിളുത്ത് വരും. അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു തൈകൾ വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതേപോലെയുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. വലിയ